Hello, dear students. Once again, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? സോളിഡ് സ്റ്റേറ്റ് അല്ലേ? In solid state, we completed the characteristics of solids. Then we classified solids into two, crystalline solids and the amorphous solids. Okay, and then we differentiated crystalline and amorphous solids. Okay, the next concept എന്തായിരുന്നു? Classification of crystalline solids. നമ്മൾ സോളിഡ്സിനെ പറയുമ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് ഇതെന്ന് ട്രൂ സോളിഡ്സ്. നമ്മൾ എന്താണ് സ്റ്റഡീസിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. എത്ര ടൈപ്പ് ആയിരുന്നു? 4 ടൈപ്പ്. ഓക്കെ, ഫസ്റ്റ് വൺ മോളിക്കുലർ സോളിഡ്, യെസ്, സെക്കൻഡ് വൺ അയോണിക് സോളിഡ്, തേർഡ് വൺ മെറ്റാലിക് സോളിഡ്, ആൻഡ് ലാസ്റ്റ് വൺ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. And here molecular solids are further classified into non-polar molecular solid, polar molecular solid, and hydrogen bonded molecular solid. Okay, today in this video we are discussing about crystal lattice and the unit cell. Crystal lattice and the unit cell important concept ആണ്. ഇനി അങ്ങോട്ടുള്ള പോർഷനിൽ നമുക്ക് കുറച്ച് എന്താണ് ഇമാജിൻ ചെയ്യാനുള്ള ഇതുണ്ടാവണം. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾക്കറിയാം സോളിഡ്സില് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്താണ്? ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലെ? വളരെ അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക. പാർട്ടിക്കിൾസിന് എന്തുണ്ടാവും? അറേഞ്ച്മെന്റ് അല്ലെ? ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ്, റെഗുലർ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അതെന്ത് ഓർഡർ ആയിരിക്കും എന്ന് പറഞ്ഞു? നമ്മള് ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോ നമുക്കറിയാം സോളിഡ് എടുക്കുകയാണെങ്കിൽ അവരുടെ ജോമെട്രി എന്ന് പറയുന്നത് 1 ഡയമെൻഷൻ ആയിരിക്കുമോ, 2 ഡയമെൻഷൻ ആയിരിക്കുമോ, 3 ഡയമെൻഷൻ ആയിരിക്കും? നിങ്ങൾ പറഞ്ഞു ഇതൊരു സോളിഡ് അല്ലെ, ഇതിന് 1 ഡയമെൻഷണൽ ജോമെട്രി ആണോ, 2 ഡയമെൻഷനിലാണോ, 3 ഡയമെൻഷനിലാണോ? സ്പേസിൽ ഇങ്ങനെ വരുന്നില്ല അല്ലെ? എന്താ സംഭവം? 3 ഡയമെൻഷനിലാണ്. അപ്പൊ അങ്ങനെ ഒരു സോളിഡിന് 3 ഡയമെൻഷണൽ ജോമെട്രി കിട്ടണമെങ്കിൽ അവിടെയുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനെ എവിടെ അറേഞ്ച് ചെയ്യണം? എവിടെ അറേഞ്ച് ചെയ്യേണ്ടത്? എവിടെ അറേഞ്ച് ചെയ്യണം? സ്പേസിൽ അറേഞ്ച് ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനെ എവിടെ അറേഞ്ച് ചെയ്യണം? സ്പേസിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനെ സ്പേസിൽ അറേഞ്ച് ചെയ്ത് കിട്ടുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രിസ്റ്റൽ ലാറ്റൈസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റൈസ് എന്ന് പറയും. എന്താണ്? ക്രിസ്റ്റൽ ലാറ്റൈസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റൈസ്. അത് ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഇമാജിൻ ചെയ്യാനുണ്ട്. ഫസ്റ്റ് പറയുന്ന പോയിന്റ് എന്താണ്? ക്രിസ്റ്റൽ ലാറ്റൈസ്. നമുക്കറിയാം എന്താണ്? സോളിഡിന് 3 ഡയമെൻഷണൽ ജോമെട്രി ആണ്. അങ്ങനെ ഒരു സോളിഡിന് 3 ഡയമെൻഷണൽ ജോമെട്രി കിട്ടണമെങ്കിൽ അവിടെയുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനെ എവിടെ അറേഞ്ച് ചെയ്യണം? സ്പേസിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ആകാം? ആറ്റംസ് ആകാം, അയോൺസ് ആകാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആകാം. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാ സോളിഡ്സിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്താ ഒരേ പാർട്ടിക്കിൾ ആണോ വരിക? അല്ല, ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ആണ് വരും. ഓക്കെ ആണ്. അപ്പൊ നമ്മള് ജനറൽ ആയിട്ട് സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു അറിയോ? പോയിന്റുകളായിട്ട് കൺസിഡർ ചെയ്യും. എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ജസ്റ്റ് പോയിന്റുകളായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോ നമ്മൾ പാർട്ടിക്കിൾസിന് അറേഞ്ച് ചെയ്യുന്നു എന്ന കൺസെപ്റ്റിന് പകരം നമുക്ക് എന്ത് പറയാം? സ്പേസിൽ അറേഞ്ച് ചെയ്യുന്നു? പോയിന്റുകൾ അറേഞ്ച് ചെയ്യുന്നു. എങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ആണ്? 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ്. ദാറ്റ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ലാറ്റൈസ്. ഓക്കെ, സേ ക്രിസ്റ്റൽ ലാറ്റൈസ്. ക്രിസ്റ്റൽ ലാറ്റൈസ് അതിന്റെ ഡെഫിനിഷൻ പബ്ലിക് എക്സാം ചോദിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. റെഗുലർ 3 dimensional arrangement of points means അതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആണ്. മീൻസ് ആറ്റംസ് ആകാം, അയോൺസ് ആകാം, അല്ലെങ്കിൽ മോളിക്യൂൾസ്. Constituent particles. Points, a regular 3 dimensional arrangement of points. എവിടെയാണ് അറേഞ്ച് ചെയ്യുന്നത്? In space is called a crystal lattice. Space, a regular 3 dimensional arrangement of points in space is called crystal lattice. Crystal lattice, or it is called space lattice. അല്ലെ? എവിടെ അറേഞ്ച് ചെയ്യുന്നു? സ്പേസിൽ അറേഞ്ച് ചെയ്യുന്നു അല്ലെ? സ്പേസ് ലാറ്റൈസ് എന്ന് പറയും. That is crystal lattice. ഓക്കെ ആണല്ലോ. അപ്പൊ ഓർത്ത് നോക്കുക. അതായത് നമ്മള് സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ജസ്റ്റ് പോയിന്റുകളായിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ ആ പോയിന്റുകളെ മീൻസ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനെ
റെഗുലർ ആയിട്ട് റെഗുലർ ഓർഡറിൽ എവിടെ അറേഞ്ച് ചെയ്യണം? സ്പേസിൽ അറേഞ്ച് ചെയ്യണം. അങ്ങനെ കിട്ടുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നു? ക്രിസ്റ്റൽ ലാറ്റൈസ് ഓർ ഇറ്റ് ഈസ് കോൾഡ് സ്പേസ് ലാറ്റൈസ്. ഓക്കെ ആണല്ലോ. ഇനി വേണ്ട കൺസെപ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ക്രിസ്റ്റൽ ലാറ്റൈസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റൈസ്. ഓക്കെ, അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതിന് മുമ്പ് ഞാനൊരു ഒരു സോളിഡ്, ഇപ്പോ സോഡിയം ക്ലോറൈഡ് സോളിഡ്, ഓക്കെ, അതിന്റെ ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ ഞാൻ ഇവിടെ വരക്കുകയാണ്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിൽ ബേസിക് കൺസെപ്റ്റിലേക്ക് ഉണ്ടായിട്ടുണ്ടാകാം, ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതവിടെ ചിത്രം നമ്മൾ പഠിക്കുന്നില്ല. ഈ വർഷവും നമുക്ക് പിക്ചറിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച്മെന്റ് ആണ്. എന്ത് അറേഞ്ച്മെന്റ് ആണ്? ക്യൂബിക് അറേഞ്ച്മെന്റ് ആണ്. ക്യൂബ്. ഓക്കെ, ക്യൂബിക് അറേഞ്ച്മെന്റ് ആണ്. ഇതിനകത്ത് നോക്കുക, ഞാൻ ഈ ക്യൂബിനെ 3 പ്ലെയിനിൽ കൂടി കട്ട് ചെയ്യാം. എത്ര പ്ലെയിൻ കൂടി? 3 പ്ലെയിൻ. ഒന്ന് മുകളിൽ താഴത്തേക്ക് കട്ട് ചെയ്യും. മുകളിൽ നിന്ന് താഴത്തേക്ക് കട്ട് ചെയ്യും. മുകളിൽ നിന്ന് താഴത്തേക്ക് കട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നത് എവിടെ നിന്നാണ് അറിയാം? ഇവിടുന്ന് ഈ രീതിയിൽ ഇങ്ങനെ ഈ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക, താഴത്തേക്ക് വെക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ പരീക്ഷക്കൊന്നും ഇത് വരക്കാനൊന്നും ഇല്ല. ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യം നോക്കാം. ഓക്കെ, ഇനി ഒരു പ്ലെയിനിൽ കൂടി ഈ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു 3 ഡയമെൻഷൻ ആണ്, ഇമാജിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കുക, ഈ പ്ലെയിനിൽ കൂടി ഞാൻ ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ബാക്കിയുള്ള പോർഷൻസ് അവിടെ ജോയിൻ ചെയ്യണേ. ഓക്കെ, എല്ലാ ഭാഗമായി. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടാലും മനസ്സിലാവും എന്താ സംഭവം. ഒരുപാട് ചെറിയ ക്യൂബുകൾ അടുക്കി വെച്ചതല്ലേ സംഭവം. ഒരുപാട് കുഞ്ഞു ചെറിയ ക്യൂബുകൾ അല്ലേ. അങ്ങനെ ചെറിയ ക്യൂബുകൾ ഒരുപാട് എണ്ണം എന്താണ് XYZ ആക്സിസിൽ 3 ആക്സിസിൽ കൂടി എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇത് ഇത്ര മാത്രമല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ സോഡിയം അയോൺ ഉണ്ട്, ക്ലോറൈഡ് അയോൺ ഉണ്ട്. അപ്പൊ അവിടെ ആൾട്ടർനേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഒരു കോർണറിൽ സോഡിയം ആണെങ്കിൽ അടുത്ത കോർണറിൽ ആരായിരിക്കും അറിയാമോ? ക്ലോറിൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാണ് സോഡിയം. ഓക്കെ, ഇവിടെ ആരാണ്? അഗെയിൻ സോഡിയം. ആൾട്ടർനേറ്റ് പൊസിഷനിൽ സോഡിയത്തിന് കൊടുക്കും. ആൾട്ടർനേറ്റ് പൊസിഷനിൽ സോഡിയം. ഓക്കെ, ആൾട്ടർനേറ്റ് പൊസിഷനിൽ സോഡിയം. മറ്റു പൊസിഷനിൽ ആരെങ്കിലും ക്ലോറിൻ വരും. ആൾട്ടർനേറ്റ് പൊസിഷനിൽ സോഡിയത്തിനെയും ക്ലോറിനെ അറേഞ്ച്. ഓക്കെ, ആൾട്ടർനേറ്റ് പൊസിഷനിൽ Na+ അയോണും Cl- അയോണും മാർക്ക് ചെയ്യുന്നു. അവിടെ വിട്ടുപോയിട്ടൊന്നുമില്ലല്ലോ. യെസ്. ഓക്കെ, ഇതാണ് സോഡിയം ക്ലോറൈഡിന്റെ എന്താണ് ക്രിസ്റ്റൽ ലാറ്റൈസിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ക്യൂബ് പോലെയാണ് ഉള്ളത്. ആ ക്യൂബ് കിട്ടിയിരിക്കുന്ന ക്യൂബിക് അറേഞ്ച്മെന്റ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് ചെറിയ ക്യൂബുകൾ ഇങ്ങനെ അടുക്കി വെച്ചപ്പോഴാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇപ്പൊ ക്രിസ്റ്റൽ ലാറ്റൈസ് എന്ന് പറയുമ്പോൾ a regular 3-dimensional arrangement of points in space. അതാണ് ക്രിസ്റ്റൽ ലാറ്റൈസ്. ഓക്കെ ആണല്ലോ. ഇനി ഇത് ഞാൻ സോഡിയം ക്ലോറൈഡിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ചിത്രം വരച്ച് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കുക കൺസെപ്റ്റ്. ഇവിടെ നോക്കുക, ഇപ്പൊ പോയിന്റുകളായിട്ടാണ് പാർട്ടിക്കിൾ ഉള്ളത്. ഇപ്പൊ നിങ്ങൾ ഇത് കാണുന്ന പോലെ ഇത്രയും ദൂരം ആയിരിക്കില്ല. ഓക്കെ, അടുത്തടുത്താണ് അവരുള്ളത്. ക്ലോസ്ലി പാക്ഡ് ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ വരക്കുന്നതുമാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് what are the characteristics of crystal lattice? ഏതൊക്കെയാണ് ക്രിസ്റ്റൽ ലാറ്റൈസിന്റെ characteristics? എന്തൊക്കെയാണോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വൺ, each point in
crystal lattice. Each point in crystal lattice represents. Crystal lattice is called lattice point or lattice site. ക്രിസ്റ്റൽ ലാറ്റൈസിനകത്തുള്ള ഓരോ പോയിന്റുകളെയും നമ്മൾ എന്ത് വിളിക്കണം? ലാറ്റൈസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റൈസ് സൈറ്റ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഈ ഓരോ ലാറ്റൈസ് പോയിന്റും എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു? ഓരോ പാർട്ടിക്കിൾ അല്ലേ? ഈ ഓരോ പോയിന്റും ഓരോ പാർട്ടിക്കിൾ അല്ലേ? therefore each lattice points represents one constituent particle. Okay, ഓരോ പോയിന്റും ഓരോ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെ പോയിന്റുകൾ ഇങ്ങനെ സ്പേസിൽ ദൂരം നിന്നാൽ മാത്രം മതിയോ? പോരല്ലോ. അതിന്റെ 3 dimensional അപ്പിയറൻസ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ പോയിന്റുകൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. വേണമല്ലോ. സോ ഇവിടെ ഈ പോയിന്റുകൾ എങ്ങനെയാണ് ജോയിൻ ചെയ്തത്? ഇങ്ങനെ വളഞ്ഞു വെച്ചതാണോ നേരെയാണ് വെച്ചത്? എങ്ങനെ വെച്ചത്? by means of straight line. Okay, that's the third one. Lattice points are joined by straight line. എന്തിനു വേണ്ടിയിട്ടാണ്? to bring out geometry. എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? corresponding geometry കിട്ടാൻ വേണ്ടിയിട്ട് പോയിന്റുകളെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. So these are the characteristics of a crystal lattice. ഓക്കെ ആണല്ലോ? ഒന്നുകൂടി പറഞ്ഞേ, എന്റെ കൂടെ തന്നെ പറയാം. ഫസ്റ്റ് വൺ, each point in crystal lattice is called a lattice point or a lattice site. Second one, each lattice points represent one constituent particle. Okay. And third one, lattice points are joined by straight line. എന്തിനു വേണ്ടിയിട്ടാണ്? To bring out geometry of that crystal. Okay ആണല്ലോ? See once again, what is crystal lattice? A regular 3-dimensional arrangement of points in space is called a crystal lattice, or it is called a space lattice, and the 3 important characteristics of a crystal lattice. Clear right now? Okay. The next concept. ഇപ്പൊ ഇത്രയും പറയാനുള്ളൂ. ഇപ്പൊ നമ്മള് ഒരു ക്രിസ്റ്റൽ ലാറ്റൈസ് ആണ് ഞങ്ങളുടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇതില് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആള് ഒരു ചെറിയ ക്യൂബാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാണ്. ഇതിനകത്തുള്ള ക്രിസ്റ്റൽ ലാറ്റൈസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും സ്മോളസ്റ്റ് പോർഷൻ എടുക്കും. ഓക്കെ ആണല്ലോ? ആൻഡ് ദാറ്റ് സ്മോളസ്റ്റ് പോർഷൻ ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. ഇതാണ് ആ സ്മോളസ്റ്റ് പോർഷനെ, സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ടോപ്പിക്, യൂണിറ്റ് സെൽ. A regular 3-dimensional arrangement of points in space is called a crystal lattice. Okay, each point in crystal lattice is called a lattice point or lattice site. Okay, each lattice point represents one constituent particle, and these lattice points are connected by straight lines. Okay, so next topic is a unit cell. അപ്പൊ ഞാൻ നേരത്തെ വരച്ച ക്രിസ്റ്റൽ ലാറ്റൈസിൽ നിന്ന് ആരെടുക്കുകയാണ്? അതിലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന എന്താണ് സിംപ്ലസ്റ്റ് യൂണിറ്റ് ഞാൻ എടുക്കുകയാണ്. സിംപ്ലസ്റ്റ് യൂണിറ്റ് ഞാൻ എടുക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ചെറിയൊരു ക്യൂബ് കിട്ടും. അപ്പോ ഒരു ക്രിസ്റ്റൽ ലാറ്റൈസില് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്മോളസ്റ്റ് പോർഷനെയാണ് എന്ത് വിളിക്കുന്നത്? എന്ത് വിളിക്കുക? യൂണിറ്റ് സെൽ എന്ന് പറയാം. അപ്പൊ ഡെഫിനിഷൻ നോക്കാം. The smallest repeating unit in a crystal present in a crystal lattice is called unit cell. The smallest repeating unit in a crystal lattice is called a unit cell. Okay, the next one, characteristics of unit cell. Characteristics of unit cells. Okay, അപ്പോൾ നോക്കാം. ഞാനിവിടെ നിങ്ങൾക്കറിയാം ക്യൂബ് എടുക്കുകയാണെങ്കിൽ അതിന്റെ എഡ്ജസ് ഉണ്ട്,
അപ്പൊ ഞാനിവിടെ 3 ആക്സിസുകൾ എടുക്കുകയാണ്. 3 ആക്സിസുകൾ എടുക്കുകയാണ്. എക്സ് ആക്സിസ് എടുക്കുന്ന, ഓക്കെ, എക്സ് ആക്സിസ്. ദെൻ ആരാണ് എടുക്കുന്നത്? വൈ ആക്സിസ് എടുക്കുകയാണ്. ആൻഡ് ആരാണ് എടുക്കുകയാണ്? സെഡ് ആക്സിസ്. എക്സ് വൈ സെഡ് ആക്സിസ്. 3 എഡ്ജ്, 3 എന്താണ് ആക്സിസുകൾ എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾ സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത്, എഡ്ജ് ലെങ്ത്, ഇവിടുന്ന് ഇവിടത്തേക്ക് മറ്റൊരു ലെങ്ത് ആയിരിക്കും, ഇവിടുന്ന് ഇവിടത്തേക്ക് മറ്റൊരു ലെങ്ത് ആയിരിക്കും. അത് ചില സമയത്ത് ഈക്വൽ ആകാൻ ഡിഫറെന്റ് ആകാം, അതൊക്കെ അവിടെ നിന്ന് കേട്ടെ. സോ ഈ 3 ആക്സിസിൽ എന്താണ് എഡ്ജ് ലെങ്ത് ഉണ്ടാവും അല്ലെ? ഓക്കെ ആണല്ലോ. ആ എഡ്ജ് ലെങ്തിനെ ഞാൻ മാർക്ക് ചെയ്യാണ്. എക്സ് ആക്സിസിലുള്ള എഡ്ജ് ലെങ്ത്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിട്ട് മാർക്ക് ചെയ്യും? ഞാൻ എ എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ. വൈ ആക്സിസിലുള്ളതിന് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള എന്തായിട്ട് മാർക്ക് ചെയ്യുന്നു? ബി ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ദെൻ സെഡ് ആക്സിസിൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള എന്തായിട്ട് മാർക്ക് ചെയ്യുന്നു? സി ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അപ്പോ ഏതൊരു യൂണിറ്റ് സെൽ എടുക്കുകയാണെങ്കിലും എക്സ് വൈ സെഡ് ഡയറക്ഷനിൽ അതിന് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള എന്തുണ്ടാവും? എഡ്ജ് ലെങ്ത് ഉണ്ടാവും. അതാണ് അതിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. Okay, means unit cell can be characterized by its edge lengths in the x, y, z axis. Okay ആണല്ലോ. അതേപോലെ ഈ ആക്സിസുകൾ തമ്മിൽ ഈ എഡ്ജ് ലെങ്തുകൾക്കിടയിൽ എന്തുണ്ടാവും അറിയോ? എന്തുണ്ടാവും? ഈ എഡ്ജസിന്റെ ഇടയിൽ എന്തുണ്ടാവും? ആംഗിൾ ഉണ്ടാവും അല്ലെ? ആംഗിൾ ബിറ്റ്വീൻ ദ എഡ്ജസ്. ഓക്കെ, ആ ആംഗിളും എല്ലാ യൂണിറ്റ് സെല്ലും എന്തായിരിക്കണം എന്നില്ല, ഈക്വൽ ആയിരിക്കണം എന്നില്ല. 90 ഡിഗ്രി വരുന്ന കേസ് ഉണ്ട്, 120 ഡിഗ്രി വരുന്ന കേസ് ഉണ്ട്, എല്ലാത്തിലും 90 ഡിഗ്രി വരുന്ന എന്താണ് എല്ലാ ആംഗിളും സെയിം ആവുന്ന കേസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് പഠിക്കും. അപ്പൊ ജസ്റ്റ് ഓർത്ത് നോക്കുക, ദാറ്റ് എഡ്ജ് ലെങ്ത്, സോറി, ദാറ്റ് എന്താണ് ആംഗിൾ ബിറ്റ്വീൻ ദ എഡ്ജസ് ഇസ് മാർക്ക്ഡ് ബൈ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അപ്പൊ ജസ്റ്റ് ആംഗിളുകൾ നോക്കിക്കോ. അപ്പൊ ഞാൻ എടുക്കുകയാണ് ബി ആൻഡ് സി. ഈ ബിക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ, ഓക്കെ, ബിയും സിയും എ അല്ലേ ബാക്കി. അപ്പൊ അവിടെ മാർക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ. എന്താണ് ഏതാണ് വരിക? ആൽഫയാണ് ഇവിടെ ആംഗിൾ വരിക. ഓക്കെ ആണല്ലോ. ബിക്കും സിക്കും ഇടയിൽ നിങ്ങൾ നോക്കുക, എക്കും സിക്കും ഇടയിൽ ബിറ്റ്വീൻ എ ആൻഡ് സി, എ സി ആരെ ബാക്കി ബി അല്ലേ. അപ്പൊ ആ ആംഗിൾ എന്ത് വരുന്നു അറിയോ? ബീറ്റ എന്ന് മാർക്ക് ചെയ്യും, ആൽഫ ബീറ്റ. ദെൻ എക്കും ബിക്കും ഇടയിൽ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി റിമൈനിങ് ആൽഫ ബീറ്റ ആരാണ് നെക്സ്റ്റ് വരുന്നത്? ആ കാറ്റഗറിയിൽ ഗാമ വരും. ഓക്കെ ആണല്ലോ. These are the characteristics of എന്താണ് യൂണിറ്റ് സെൽ. അതായത് 6 എന്താണ് പോയിന്റ്സ് വരെ ഏതൊക്കെയാണ്? 3 എഡ്ജ് ലെങ്തും 3 എന്താണ് ആംഗിൾ ബിറ്റ്വീൻ ദ എഡ്ജസ്. ഓക്കെ ആണല്ലോ. സേ characterized by its dimensions. Its dimensions along x, y, z axis. Along x, y, z axis. That is edge length. That is edge length a, b and c. Okay. Then next one is characterized by angle between the edges. Angle between the edges. ഏതൊക്കെയായിരുന്നത്? ആൽഫ, ബീറ്റ and gamma. Alpha, beta and gamma. Okay. These are the characteristics of a unit cell. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിനെ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാം ബൈ മീൻസ് ഓഫ് ഇറ്റ്സ് എഡ്ജ് ലെങ്ത് ആൻഡ് ആൾസോ ദ ആംഗിൾ ബിറ്റ്വീൻ ദ എഡ്ജസ്. ക്ലിയർ? ഓക്കെ, ദാറ്റ് ഈസ് യൂണിറ്റ് സെൽ. അപ്പോൾ എന്താ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ? ഒരു ക്രിസ്റ്റൽ ലാറ്റൈസ് എടുത്താൽ അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സിംപ്ലസ്റ്റ് പോർഷൻ ആണ്, അല്ലെങ്കിൽ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ് യൂണിറ്റ് സെൽ. ഓക്കെ, ഏതൊരു യൂണിറ്റ് സെൽ എടുത്താലും എക്സ് വൈ സെഡ് ഡയറക്ഷൻ നിങ്ങൾ എടുക്കുക. അവിടെ എഡ്ജ് ലെങ്ത് എ ഉണ്ടാകും, ബി ഉണ്ടാകും, സി ഉണ്ടാകും. ആംഗിൾ ബിറ്റ്വീൻ ദ എഡ്ജസ് ആൽഫ ഉണ്ടാകും, ബീറ്റ ഉണ്ടാകും, ഗാമ ഉണ്ടാകും. ഓക്കെ, ഇനി ഈ യൂണിറ്റ് സെൽ ഇങ്ങനെ ഒരുപാട് യൂണിറ്റ് സെല്ലുകൾ ഇപ്പൊ എക്സ് ആക്സ് ഡയറക്ഷനിൽ കുറെ യൂണിറ്റ് സെൽ ഇങ്ങനെ അടുപ്പിച്ചെടുക്കും. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അതേപോലെ തന്നെ വൈ ഡയറക്ഷനിൽ ഇങ്ങനെ ഒരുപാട് യൂണിറ്റ് സെൽ ഇങ്ങനെ അടുക്കി പോവാണ്. ദെൻ സെഡ് ഡയറക്ഷനിലും യൂണിറ്റ് സെല്ലുകൾ ഇങ്ങനെ അടുപ്പിച്ച് പോവാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫൈനലി നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? ക്രിസ്റ്റൽ ലാറ്റൈസ് കിട്ടും. Clear ആണോ? Yes. Okay, the next topic is important one, that is called classification of unit cells. Classification of unit cell. അതും എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. Classification of unit cell. Classification of unit cell. Okay, unit cell രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ is called primitive unit cell. Primitive unit cell, or it is called simple cubic. Simple
cubic എന്ന് പറയും. Okay, and next category that is called centered unit cell. Centered unit cell. Okay, interesting ആണ്, നല്ല രസമാണ്, ചിത്രമൊക്കെ വരച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈസി ആണ്, നമുക്ക് ആവശ്യമാണ്. Okay, centered unit cell and primitive unit cell. Okay, നോക്കുക, ഞാനിവിടെ മാർക്ക് ചെയ്യാണ്, ഒരു യൂണിറ്റ് സെൽ മാർക്ക് ചെയ്യണേ. സേ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, ക്യൂബിക് ആണ് നമ്മൾ വരയ്ക്കുന്നതൊക്കെ, ക്യൂബിക് അറേഞ്ച്മെന്റിലാണ് വരയ്ക്കുന്നത്. അപ്പൊ ഞാനൊരു ക്യൂബ് വരയ്ക്കാണ്. ഓക്കെ, ക്യൂബിക് യൂണിറ്റ് സെൽ ഇവിടെ പ്രിമിറ്റീവ് ആണ് കേട്ടോ, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഓർ ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ക്യൂബിക്. ഇത്രയേ ഉള്ളൂ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എടുക്കുക, നിങ്ങൾ ക്യൂബ് എടുക്കുക. ക്യൂബിൽ എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണേഴ്സ് ഉണ്ട് അല്ലേ? In primitive unit cell, particles are present at the corners. Particles are present at the corners. എവിടെ മാത്രമേ ഉണ്ടാവൂ? എവിടെ മാത്രമേ ഉണ്ടാവൂ പാർട്ടിക്കിൾസ്? അതായത് ഒരു യൂണിറ്റ് സെല്ലിന്റെ 8 കോർണറിൽ മാത്രമാണ് പാർട്ടിക്കിൾ ഉള്ളത് എങ്കിൽ then such unit cells are called primitive unit cells. That is here എന്താണ്? Particles are present only at the corners. Only at the corners. എത്ര corners ആണ്? 8 corners. Okay, 8 corners ഉണ്ടാവും ട്ടോ. 8 corners. That is called primitive unit cell. Then what is the centered unit cell? എന്താണ് centered unit cell എന്ന് വെച്ചാൽ? Okay, അതായത് പാർട്ടിക്കിൾസ് എവിടെ ഉണ്ടാവും അറിയോ? 8 കോർണർ ഉണ്ടാവും. Particles are present at 8 corners and also some particles are at other positions. Other position means some other centers. അതായത് 8 കോർണറിൽ ഉള്ളത് കൂടാതെ ചില സെന്ററുകളിലും ആരുണ്ടാകും, ചില പൊസിഷൻസിലും ആരുണ്ടാകും, പാർട്ടിക്കിൾസ് ഉണ്ടാകും. That is called centered unit cells. That's centered unit cells. Here particles are present at the corners, and also some particles at some other positions. That is called centered units. Clear ആണല്ലോ? Further, centered unit cells is classified into 3 categories. മൂന്നായിട്ട് തിരിക്കാം കേട്ടോ. First one is called body centered cubic unit cell എന്ന് പറയും. ചുരുക്കിയിട്ട് BCC എന്ന് എഴുതാം. എന്ത് centered? Body centered cubic unit cell. Body centered cubic unit cell. And the next one is called face centered cubic unit cell. And last one is called end centered cubic unit cell. See, BCC, FCC and ECC. Clear? അപ്പോൾ പറഞ്ഞു, പാർട്ടിക്കിൾസ് അറ്റ് കോർണറിൽ മാത്രമാണെങ്കിൽ പ്രിമിറ്റീവ്, കോർണറിൽ കൂടാതെ മറ്റു പൊസിഷൻസിൽ ഉണ്ടെങ്കിൽ സെന്റേർഡ് യൂണിറ്റ് സെൽ. സെന്റേർഡ് യൂണിറ്റ് സെൽ എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ്. ദേ ആർ ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ആൻഡ് എൻഡ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് വരുന്നത് ആരാണെന്ന് അറിയോ? ബോഡി സെന്റേർഡും ഫേസ് സെന്റേർഡാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സി ബോഡി സെന്റേർഡ് നോക്കിക്കോളൂ. ഓക്കെ, അഗൈൻ ഞാനത് ഒരു ക്യൂബിക് യൂണിറ്റ് സെൽ വരക്കാണ്. ക്യൂബിക് യൂണിറ്റ് സെൽ പാർട്ടിക്കിൾസ് ഓൾറെഡി എവിടെയുണ്ട്? പാർട്ടിക്കിൾസ് എവിടെ ഉണ്ടാവും? പാർട്ടിക്കിൾസ് എവിടെ ഉണ്ടാകും? പാർട്ടിക്കിൾസ് എവിടെ ഉണ്ട്? കോർണേഴ്സ് ഉണ്ട്. There are 8 corners. Okay, 8 കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ട്. What is the body centered? Means one particle is at the body center. അപ്പൊ നിങ്ങളൊരു റൂം എടുക്കുക, നിങ്ങളൊരു ക്ലാസ് റൂം എന്ന് വിചാരിക്കുക. ആ ക്ലാസ് റൂമിന്റെ ഏറ്റവും നടുക്ക്. ഓക്കെ ആണല്ലോ? ഓക്കെ, നടുക്ക്, അതായത് സ്പേസിൽ എന്താണ് ഏറ്റവും നടുക്കായിട്ടുണ്ടാവും പാർട്ടിക്കിൾ. ദാറ്റ് ഇസ് കോൾഡ് ഇവിടെ സെന്റർ. 3 ഡയമെൻഷൻ ആണ്. ഇമാജിൻ ചെയ്യണം, ആ പാർട്ടിക്കിള് ഈ യൂണിറ്റ് സെല്ലിന്റെ ഈ ക്യൂബിന്റെ ഉള്ളിലാണുള്ളത്, അകത്താണുള്ളത്. ദാറ്റ് ഇസ് കോൾഡ് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. Face centered cubic unit cell. Here also particles are present at the 8 corners. Then what is meant by face centered? The face centered എന്ന് വെച്ചാൽ ഫേസുകളുടെ സെന്റർ അല്ലേ? അപ്പൊ ഒരു ക്യൂബ് എടുക്കുക. ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? എത്ര ഫേസ് ആണ് ക്യൂബിന്? 6 ഫേസ് ഉണ്ട്.
ആ 6 ഫേസ് സെന്ററുകളിലും ഓരോ ഫേസ് സെന്ററിലും പാർട്ടിക്കിൾ നിങ്ങൾ നോക്കിക്കോ. മുകളിലത്തെ ഒരു ഫേസ് സെന്റർ, താഴെയുള്ള ഓക്കെ, then ലെഫ്റ്റ് സൈഡ് ഫേസ് സെന്റർ, റൈറ്റ് സൈഡ് ഫേസ് സെന്റർ, then ഫ്രണ്ട് സൈഡ് ഉണ്ട്, അതേപോലെ ബാക്ക് സൈഡും ഉണ്ട്. ഫ്രണ്ട് സൈഡ് ഈ ഒരു ഫേസ് എടുക്കും, അതിന്റെ സെന്ററില് ബാക്ക് സൈഡിലുള്ള ഈ രീതിയിൽ ഇങ്ങനെ വരുന്നു. ഓക്കെ, അതിന്റെ എന്താണ് ഫേസ് സെന്ററിൽ വരും. അപ്പൊ in face-centered cubic unit cells, particles are present at 8 corners and also at each phase center. അല്ലെ, 8 കോർണറിലും ഓരോ ഫേസ് സെന്ററിലും ആരുടെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. Clear? The last one is called end-centered cubic unit cell. End-centered cubic unit cell. End-centered cubic unit cell. ക്യൂബ് ഒക്കെ വരയ്ക്കുന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുക, ആവശ്യമാണ്. ചിത്രം വരയ്ക്കാനൊക്കെ വരും പരീക്ഷ. Okay, end-centered cubic units. Okay, and here see particles എവിടെയുണ്ട്? 8 corners. Okay, 8 corners. What is meant by end-centered? എന്താ end എന്ന് വെച്ചാല്? ഓക്കെ, 2 എൻഡുകൾ അല്ലെ. ഓക്കെ, അപ്പൊ end-centered cubic units എന്ന് പറയുമ്പോൾ here particles are also present at the any 2 opposite phase centers. ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസുകളുടെ സെന്റർ ഉണ്ടാവും. ക്ലിയർ? നിങ്ങൾ നോക്കിക്കോ, ഇതാ ഇതൊരു ഫേസ് അല്ലേ, മുകളിലൊരു ഫേസിൽ ഇപ്പൊ ക്യൂബ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, മുകളിലെ ഫേസ് അതിന്റെ നേരെ താഴെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫേസ് ഉണ്ടല്ലോ. അപ്പൊ ഇതും ഓപ്പോസിറ്റ് അല്ലേ, ഇതും ഈ ഫേസും ഓപ്പോസിറ്റ് അല്ലേ, അതേപോലെ ഫ്രണ്ട് സൈഡിലുള്ളതും ബാക്ക് സൈഡിലുള്ളതും ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പൊ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസുകളുടെ സെന്ററിലും ആര് വരും? പാർട്ടിക്കിൾസ് വരും. സി, ഞാനിവിടെ മാർക്ക് ചെയ്യാണ്, ഒരു പാർട്ടിക്കിള് മുകളിലത്തെ ഫേസ് സെന്ററിലും മറ്റൊരു പാർട്ടിക്കിള് താഴെയുള്ള ഫേസ് സെന്ററിലും. ഇനി ഇങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല, എവിടെ ആയാലും മതി. ഇവിടെ അല്ലാതെ ഇവിടെയും ഇവിടെ ആയാലും മതി. ഓക്കെ, ഇനി അതുമല്ലെങ്കിൽ എങ്ങനെ വരാം? ഫ്രണ്ട് സൈഡിലുള്ള ഫേസ് സെന്റർ എടുക്കുക, ബാക്ക് സൈഡിലുള്ള ഫേസ് സെന്റർ എടുക്കുക. ഇമാജിൻ ചെയ്താൽ മതി ജസ്റ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് end-centered, ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യാം, end-centered cubic units. ഓക്കെ, that's all about crystal lattice and unit cell. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് നമുക്ക്. ഓക്കെ, കുറച്ചും കൂടി ഇമാജിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നുകൂടി നോക്കുക. വാട്ട് ഈസ് മീൻ ബൈ യൂണിറ്റ് സെൽ? വാട്ട് ഈസ് മീൻ ബൈ യൂണിറ്റ് സെൽ? The simplest or the smallest repeating unit in a crystal lattice is called a unit cell. Okay, അത് XYZ ഡയറക്ഷനിൽ ആ യൂണിറ്റ് സെൽ റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ക്രിസ്റ്റൽ ലാറ്റൈസ് കിട്ടും. There are 2 types of unit cells, primitive or simple cubic and centered unit cell. In primitive or simple cubic, എന്താണ് cubic ആണ് നമ്മൾ വരയ്ക്കുന്നത്, particles are present at the corners. എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണേഴ്സിലും പാർട്ടിക്കിൾസ് വരും. ഓക്കെ, സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് 8 കോർണേഴ്സിൽ ഉണ്ടാകും and also at some other positions. Clear അല്ലേ? ഇത് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. The next one, centered unit cell again classified into body centered cubic unit cell, face centered cubic unit cell and end centered cubic unit cell. Okay, body centered cubic units എന്ന് പറയുമ്പോൾ 8 corner plus body center, face centered cubic എന്ന് പറയുമ്പോൾ 8 corners plus each face center. എത്ര ഫേസ് ഉണ്ട്? 6 ഫേസിന്റെ സെന്ററിലും. Then end centered means 8 corners plus any 2 opposite faces, the centers of any 2 opposite faces. Okay, so crystal lattice unit cell നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, ഇതിന്റെയൊക്കെ എന്താണ് പിക്ചർ വരച്ച് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടി ഹയർ എന്താണ് കൺസെപ്റ്റുകൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.